Dear students, welcome to another session of physical education. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതിനകത്ത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡ്യൂറൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീഡ് ആണ്. അപ്പോൾ ആ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജോൺ എഫ് കെന്നഡി പറഞ്ഞ ഒരു കോട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ജോൺ എഫ് കെന്നഡി പറഞ്ഞത് എങ്ങനെയാണ്? Physical fitness is not only one of the most important keys to a healthy body, it is the basis of dynamic and creative intellectual activity. അപ്പം ഇത് ഭയങ്കര ശ്രദ്ധേയമായ ഒരു കോട്ടാണ്. അത് പ്രത്യേകിച്ച് ജോൺ എഫ് കെന്നഡി എന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് അമേരിക്ക ആൻഡ് ഹി വാസ് നോട്ട് എൻ ആവിഡ് സ്പോർട്സ്മാൻ. ഹി യൂസ് ടു ലൈക്ക് സ്പോർട്സ്. പക്ഷെ അദ്ദേഹമാണ് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു കോട്ട് തന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: ഒരു ഹെൽത്തി ബോഡി, പിന്നെ ഡൈനാമിക് ആൻഡ് ക്രിയേറ്റീവ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് ഒത്തിരി ഓടാനും ചാടാനും ഒക്കെയുള്ള കഴിവ്, ഒത്തിരി വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവ്, ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ് വിചാരിക്കുന്നത്. മിക്ക കുട്ടികളിലും വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ സ്പോർട്സിൽ കയറി കഴിഞ്ഞാൽ പഠിക്കണ്ട, അല്ലെങ്കിൽ സ്പോർട്സ് നല്ലപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ്റലക്ച്വൽ എബിലിറ്റി കൂടത്തില്ല, അത് പഠിക്കാൻ പാടായിരിക്കും. അങ്ങനെയല്ല. സോ വാട്ട് ഹി സേസ് ഇസ് ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലപോലെ ചെയ്യുന്ന ആൾക്കാർ, ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലപോലെ ചെയ്യുന്നവർക്ക് അവരുടെ ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ സ്പോർട്സ്, നല്ലപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയും ഹയർ സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കും. So this is what it says. So with this we start today's session on development of physical fitness. Dear students, so we are all going through the COVID-19 phase, and as you all know, it's a very difficult phase. Government നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, ഭയങ്കര ക്ലീനായിട്ട് നിൽക്കുക, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക, ആവശ്യമില്ലാതെ വീടിന് പുറത്ത് പോകാതിരിക്കുക, യാത്രകൾ ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് ഭക്ഷണം ശ്രദ്ധിച്ച് വാങ്ങിച്ച് കഴിക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞിട്ട് കുറേ നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം അത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പ്രസക്തിയും വന്നിരിക്കുന്നത്. എനിവേ, എല്ലാവരും സേഫാണ് എന്ന് കരുതുന്നു. നമ്മൾ നല്ല കരുതലോടെ നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഗവൺമെൻറ് പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. യൂണിറ്റ് 3.4 ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്താണത്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ എല്ലാ സിസ്റ്റംസും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ എല്ലാ ദിവസത്തെയും നമ്മുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്, അതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഡെഫിനിഷൻ, ഹ്യൂമൻ കൈനറ്റിക്സ് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ബോഡി സിസ്റ്റംസ് ടു വർക്ക് ടുഗെദർ എഫിഷ്യൻ്റ്ലി ടു അലോ you to be healthy and perform activities of daily living. അപ്പം നമ്മളെ ഡെയിലി വർക്ക്സ് നമ്മൾ ലീസ്റ്റ് എഫേർട്ട് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുക, നല്ല മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. അത് സ്കൂളിലെ ജോലിയാകാം, ഓഫീസിലെ ജോലികളാവാം, വീട്ടിലെ ജോലികളാവാം, ലെഷർ ആക്ടിവിറ്റീസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല ഫിറ്റായിട്ടുള്ള ഒരാൾക്ക് നോർമൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹി ക്യാൻ റെസ്പോണ്ട് ടു എമർജൻസി സിറ്റുവേഷൻസ് ഓൾസോ. അപ്പോൾ നോർമൽ അവൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അത്
കറക്റ്റായിട്ട് ചെയ്തു പോകും. അതേപോലെ എമർജൻസി സിറ്റുവേഷൻസ്, അവൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഫാമിലി മെമ്പറിന് ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് അവനതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന വേർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 ഹെൽത്ത് റിലേറ്റഡ് പിന്നെ ആൻഡ് 5 സ്കിൽ റിലേറ്റഡ് കോമ്പണൻസിനോട് മേഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഗുഡ് ഹെൽത്ത്, നമ്മുടെ വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന കോമ്പണൻസ് ആണ്. ആ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ബോഡി കോമ്പോസിഷൻ, കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, മസ്കുലർ എൻഡ്യൂറൻസ്, പവർ ആൻഡ് സ്ട്രെങ്ത്. സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഈ സ്പോർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടോർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫോർ എക്സാമ്പിൾ, സ്പീഡ്, ബാലൻസ്, എജിലിറ്റി, കോർഡിനേഷൻ, റിയാക്ഷൻ ടൈം, ഇതൊക്കെയാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിനകത്ത് വരുന്നത്. നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിനകത്ത് നമ്മൾ ഇതൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡ്യൂറൻസ് ആയിരിക്കും, അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീഡ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ടു ഇംപ്രൂവ് വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്. അപ്പം അതിനകത്ത് നമ്മൾ കോർ ആൻഡ് അസിസ്റ്റൻസ് എക്സസൈസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, പ്ലയോമെട്രിക്സിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടി, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് അതിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അതേപോലെ സർക്യൂട്ട് ട്രെയിനിങ് ആയിരുന്നു നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്തിരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് 3.4 ഇതിന് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് 5 എണ്ണം ഉണ്ട്. ഫസ്റ്റ്, ചൂസ് വേരിയസ് ട്രെയിനിങ് ടു ഇംപ്രൂവ് വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്. നമ്പർ 2, ഡിസ്റ്റിംഗ്വിഷ് വേരിയസ് ട്രെയിനിങ് ടു ഡെവലപ്പ് എൻഡ്യൂറൻസ്. Number 3, differentiate direct and indirect methods of speed improvement. Number 4, differentiate ballistic method, slow stretch and hold method, PNF stretching. And number 5, apply periodization in a training program. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡ്യൂറൻസ് ആൻഡ് സ്പീഡ് ഇംപ്രൂവ്മെൻറ്റ് ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡ്യൂറൻസ് ആണ്. വാട്ട് ഈസ് എൻഡ്യൂറൻസ്? അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എൻഡ്യൂറൻസ് ഇസ് ദി എബിലിറ്റി ടു ഡു സ്പോർട്സ് മൂവ്മെൻറ്റ്സ് വിത്ത് എ ഡിസൈർഡ് ക്വാളിറ്റി ആൻഡ് സ്പീഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഫറ്റീഗ്. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫറ്റീഗ്, പിന്നെ ഡിസൈർഡ് ക്വാളിറ്റി ആൻഡ് സ്പീഡ്. ഓക്കെ, എന്താണ് ഫറ്റീഗ്? ഫറ്റീഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷീണം, ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, അതിനെയാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അത്ര അതിതീവ്രമായ ക്ഷീണം ഉണ്ടാകുക, അതിനെയാണ് നമുക്ക് ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡ്യൂറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ക്ഷീണമുള്ള കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിന് പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ അതേ ക്വാളിറ്റിയും സ്പീഡുമായിട്ട് നമ്മളെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പം എല്ലാ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എൻഡ്യൂറൻസ് ആയിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോമീറ്റേഴ്സ് റൺ. ഈ 10 കിലോമീറ്റേഴ്സ് റണ്ണിൽ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു 10-20 കുട്ടികൾ ഒരുമിച്ച് ഓടുകയാണെങ്കിൽ ചില കുട്ടികൾ അത് ഏറ്റവും കുറവ് ടൈമിൽ ഫിനിഷ് ചെയ്യുന്നു, ചില കുട്ടികൾ അത് ലോങ്ങർ ഡ്യൂറേഷൻ എടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നു, ചില കുട്ടികൾക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? അവരുടെ എൻഡ്യൂറൻസ് കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ദ കപ്പാസിറ്റി ഈസ് ഡിഫറെൻറ്റ്. ചിലവർക്ക് നല്ല ഹൈ എൻഡ്യൂറൻസ് കപ്പാസിറ്റി, അവരുടെ ഹാർട്ട് റേറ്റ്, അവരുടെ ഹാർട്ട് ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട് നല്ല രീതിയിൽ നടക്കുകയാണ്, അവരുടെ ബോഡി മസിൽസ് എല്ലാം അതുമായിട്ട് കണ്ടീഷൻഡ് ആണെങ്കിൽ അവരുടെ എൻഡ്യൂറൻസ് ലെവൽ കൂടും. ചില കുട്ടികൾക്ക് അത് കുറവായിരിക്കും, ചില കുട്ടികൾക്ക് തീരെ കുറവായിരിക്കും, ചിലപ്പോൾ തീരെ ഇല്ല എന്ന് പറയത്തില്ല, പക്ഷേ റേറ്റ് വിൽ ബി വെരി ലെസ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി കണ്ടീഷൻ ഓഫ് ഫെറ്റീഗിൽ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക, അത് വർക്കൗട്ട് വെറുതെ കംപ്ലീറ്റ് ചെയ്യുകയല്ല, ഡിസൈർഡ് ക്വാളിറ്റി ആൻഡ് സ്പീഡോട് കൂടെ കംപ്ലീറ്റ് ചെയ്യുക, അതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 4 ടൈപ്പ് അല്ലെങ്കിൽ 4 മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഒന്ന് കണ്ടിന്യൂസ് മെത്തേഡ്, 2 ഇൻ്റർവൽ മെത്തേഡ്, 3 റെപ്പിറ്റീഷൻ മെത്തേഡ്, 4 കോമ്പറ്റീഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം ഈ കണ്ടിന്യൂസ് മെത്തേഡിൽ തന്നെ 4 സബ് മെത്തേഡ്സ് ഉണ്ട്. സ്ലോ കണ്ടിന്യൂസ് മെത്തേഡ്, ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡ്, വേരിയബിൾ പേസ് മെത്തേഡ്, ഫാർട്ട്ലെഗ് മെത്തേഡ്. രണ്ടാമത്തത് ഇൻ്റർവൽ മെത്തേഡാണ്. ഇത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്ലോ ആൻഡ് ഫാസ്റ്റ് ഇൻ്റർവൽസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് റെപ്പിറ്റീഷൻ മെത്തേഡാണ്. ആ പേരിൽ തന്നെ അതിൻ്റെ രീതി പറയുന്നുണ്ട്. നമ്മൾ ഒരു വർക്കൗട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിന് റെപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയും. നാലാമത്തെ കോമ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടുള്ള മെത്തേഡ്, അതിനെയാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് 4 മെത്തേഡ്സ് ആണ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഇനി ഉള്ള സ്ലൈഡ്സിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. Now let's check what is continuous method of endurance development. Continuous method of endurance development, the exercise is done for a long duration without any break or pause. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് കൊടുക്കത്തില്ല, ഒരു പോസ് കൊടുക്കത്തില്ല. ഈ ടൈപ്പ് ഓഫ് എക്സസൈസിൽ ഇതിലെ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ ദൈർഘ്യമുള്ളതായിരിക്കും. അപ്പം ദ ഡ്യൂറേഷൻ ഓഫ് വർക്ക് ഈസ് മോർ, പക്ഷേ ഇൻറ്റൻസിറ്റി വിൽ ബി ലെസ്. കാരണം ഹൈ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും ഹൈ ആക്കി കഴിഞ്ഞാൽ അത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിലേക്ക് പോകും. അപ്പം അതല്ല നമുക്കിവിടെ ആവശ്യമുള്ളത്. നമുക്കിവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ദി ഡ്യൂറേഷൻ ഈസ് ലോങ് ആൻഡ് ദി ഇൻറ്റൻസിറ്റി ഈസ് ലെസ്. അപ്പം അതിൻ്റെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ ജോഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ ടൈമാണ് ജോഗ് ചെയ്യുന്നത്. അപ്പം ജോഗിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, നമ്മളെ മൂവ്മെൻറ്റ് സ്പീഡ് കുറവായിരിക്കും, നമ്മൾ പതുക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹാർട്ട് റേറ്റ് വിൽ ബി കൺട്രോൾഡ്. ഭയങ്കര ഹൈ ആയിട്ട് ഷൂട്ട് ചെയ്യാതെ അത് ഹാർട്ട് റേറ്റ് വിൽ ബി കൺട്രോൾഡ്. സബ് മാക്സിമം ലെവലിലെ വർക്ക് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഓടാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് മെത്തേഡ്സിൻ്റെ 4 വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കുട്ടികളെ, കണ്ടിന്യൂസ് മെത്തേഡിൽ ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്ലോ കണ്ടിന്യൂസ് മെത്തേഡാണ്. സ്ലോ കണ്ടിന്യൂസ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പോർട്സ്മാൻ ഒരു സർട്ടൺ സ്പീഡിൽ അവൻ്റെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതിലൊരു പോസും ഉണ്ടാവത്തില്ല. അത് ലോങ് ഡ്യൂറേഷനിലേക്കായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻഡ് ആയിട്ടൊരു അത്ലീറ്റിന് 140 തൊട്ട് 160 ബീറ്റ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 30 മിനിറ്റിൽ കുറയാതെ ഉണ്ടായിരിക്കണം. 30 മിനിറ്റും അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ലാസ്റ്റ് അപ് ടു 2 hours, 2 മണിക്കൂർ വരെ നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ചില കോമ്പറ്റീഷൻ സമയം, ഫോർ എക്സാമ്പിൾ ഒരു ലോങ് ഡിസ്റ്റൻസ് മാരത്തണൊക്കെ ഓടുമ്പം ഇത് അതിൻ്റെ മുകളിലേക്ക് പോകാറുണ്ട്. പക്ഷേ ട്രെയിനിങ് സമയത്ത് നമ്മളൊരു 30 minutes to 2 hours വരെ ഒരു ട്രെയിനിങ് ഈ സ്ലോ കണ്ടിന്യൂസ് മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് റണ്ണിങ്, വാക്കിംഗ്, സൈക്ലിംഗ്, എക്സെട്ര. കണ്ടിന്യൂസ് മെത്തേഡിൻ്റെ രണ്ടാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ലോ കണ്ടിന്യൂസ് പോലെ 2 മണിക്കൂറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻറ്റൻസിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് നോർമലി 160 തൊട്ട് 180 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അതേപോലെ ഇൻറ്റൻസിറ്റി ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം 20 minutes ഉണ്ടായിരിക്കണം ഫോർ ട്രെയിൻഡ് സ്പോർട്സ്മെൻ. ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടാൻ നമുക്ക് 175 to 180 ബീറ്റ്സ് പെർ മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നേച്ചർ ഓഫ് ആക്ടിവിറ്റി ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ചിലപ്പോൾ അത് എനറോബിക് ലെവലിലേക്ക് പോകും. കൂടുതൽ ഭയങ്കര സ്ട്രെയിൻ തരുന്ന ഒരു വർക്കൗട്ടായിരിക്കും, എക്സോസ്റ്റീവ് ആയിരിക്കും. അപ്പം ഈ ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡ് അത്
VO2 മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ നല്ലൊരു മെത്തേഡാണ്. ഇതാണ് നമ്മൾ ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡിൽ ഉള്ളത്. കണ്ടിന്യൂസ് മെത്തേഡിൻ്റെ മൂന്നാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ പേസ് മെത്തേഡ് ആണ്. ഈ മെത്തേഡിൽ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, പക്ഷെ പേസ് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ശകലം നേരം നമ്മൾ സ്പീഡ് കൂട്ടി ഓടും, ശകലം നേരം സ്പീഡ് കുറച്ചോടും. ഇങ്ങനെ വേരി ചെയ്ത് ഓടുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾ പേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ദൂരം ഈ അത്ലീറ്റ് അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡിലേക്ക് ഓടും. പിന്നെ ആ സ്പോർട്സ്മാൻ മാറിയിട്ട് സ്ലോ കണ്ടിന്യൂസ് മെത്തേഡിലേക്ക് ഓടും. പിന്നെ അത് ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡിലേക്ക് ഓടും, സ്ലോ കണ്ടിന്യൂസ് മെത്തേഡിലേക്ക് മാറും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വേരിയബിൾ പേസ് മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർട്ട് റേറ്റ് 140 തൊട്ട് 180 ബീറ്റ്സ് പെർ മിനിറ്റിൻ്റെ അകത്ത് നമ്മൾ വെക്കേണ്ടതാണ്. അതേപോലെ ഡ്യൂറേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് തൊട്ട് 1 അവർ ഡ്യൂറേഷനിലായിരിക്കണം. കാരണം ഇത് വേരിയബിൾ പേസ്, ഫാസ്റ്റും സ്ലോവും മെത്തേഡ് വേരി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ 1 അവറിൽ കൂടുതൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലീഡ് ടു എക്സ്ട്രീം ഫറ്റീഗ് ആൻഡ് കണ്ടീഷൻ ഓഫ് ടയർഡ്നെസ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂറേഷൻ ഷുഡ് ബി ബിറ്റ്വീൻ 15 മിനിറ്റ്സ് ടു 1 അവർ. കണ്ടിന്യൂസ് മെത്തേഡ് ഡെവലപ്മെൻറ്റിൽ തന്നെ നാലാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ഫാർട്ട്ലെഗ് മെത്തേഡാണ്. ഈ ഫാർട്ട്ലെഗ് എന്ന് പറയുന്നത് അതൊരു സ്വീഡിഷ് ടേമാണ്. ആ ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പീഡ് പ്ലേ എന്നാണ്. സ്പീഡ് പ്ലേ. അപ്പം ഈ ഫാർട്ട്ലെഗ് മെത്തേഡിൽ ഈ ചേഞ്ച് ഓഫ് പേസ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ടെറൈൻ ഇതൊന്നും പ്ലാൻഡ് അല്ല. അത് ആ ഒരു സമയത്ത് കോച്ചിനോ അല്ലെങ്കിൽ അത്ലീറ്റിന് എന്താ തോന്നുന്നത്, ആക്ച്വലി ഇത് അത്ലീറ്റ് സ്വന്തമായിട്ട് തീരുമാനിച്ച് ചെയ്യുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പൊതുവേ ട്രെയിൻഡ് അത്ലീറ്റ്സ് ആണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഇൻട്രൻസിക് ആയിട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അത്ലീറ്റ്സ് ആണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിനകത്ത് ചീറ്റിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. സാധാരണ ഒരാൾ കോച്ച് പറഞ്ഞിട്ട് ഇത് ഓടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ദൂരം കഴിയുമ്പോഴത്തേക്ക് ഈ ആൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ചീറ്റ് ചെയ്യാം, മാറിയിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഫുള്ളായിട്ട് കിട്ടാത്ത രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഫാർട്ട്ലെഗ് മെത്തേഡിൽ ട്രെയിൻഡ് അത്ലീറ്റ് ചെയ്യുന്നത് തന്നെ ഇതെന്ത് പറ്റും, ഇത് ഒരു ടെറൈൻ അവർ പ്ലാൻ ചെയ്യത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൽ നിന്ന് അവർ ഓടുന്നു. ചിലപ്പോൾ അത് ഒരു എന്താ പറയുന്നത് ഹില്ലി ടെറൈൻ ആവാം, അല്ലെങ്കിൽ ക്രോസ് കൺട്രി ആവാം, അല്ലെങ്കിൽ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ആവാം, റോഡിൽ കൂടെ ആകാം. അപ്പം അങ്ങനെ ഈ അത്ലീറ്റ് മനസ്സിൽ വരുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ഓക്കെ, ഇതൊരു സ്പീഡ് പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ സ്പോർട്സ്മാന് സ്വന്തമായിട്ടുള്ള ടെറൈൻ സറൗണ്ടിങ്സ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ ഇതിനകത്ത് അതിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ 140 to 180 ബീറ്റ്സ് പെർ മിനിറ്റിൽ ഉണ്ടായിരിക്കണം. എൻഡ്യൂറൻസ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഈസ് ഇൻ്റർവൽ മെത്തേഡ്. ഇനി ഇൻ്റർവൽ മെത്തേഡിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിനകത്ത് ഹയർ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും പിന്നെ ഇൻ്റർവൽസ് ഓഫ് ഇൻകംപ്ലീറ്റ് റിക്കവറി ഉണ്ടാകും. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടയർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എഫേർട്ട് ആൻഡ് റിക്കവറി പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് മെയിൻലി സ്പീഡ് ആൻഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ, അപ്പോൾ എൻഡ്യൂറൻസിൻ്റെ കൂടെ സ്പീഡ് കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, നല്ല ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്ലീറ്റ് ശകലം ടൈം ഇൻകംപ്ലീറ്റ് റിക്കവറിയിലേക്ക് പോകും. അപ്പം ഇങ്ങനൊരു സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദ പൾസ് റേറ്റ് ഇൻക്രീസസ്, ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്. ഇത് ഇൻകംപ്ലീറ്റ് റിക്കവറി ആകുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ലോ വരും. പിന്നെയും അത്ലീറ്റ് ഹയർ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദർ ഇസ് എ കൺട്രോൾ ഓവർ ദി പൾസ് റേറ്റ് ആൻഡ് ദി ബ്ലഡ് പ്രഷർ. ഓക്കെ, ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 170 to 180 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും നമ്മുടെ ഹയർ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിൻ്റെ സമയത്ത്. അത് റെസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 120 to 130 ബീറ്റ്സ് പെർ മിനിറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പം ഈ ഇൻ്റർവൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റൻസീവ് ഇൻ്റർവൽ മെത്തേഡ്, രണ്ടാമത്തെ എക്സ്റ്റൻസീവ് ഇൻ്റർവൽ മെത്തേഡ്.
അപ്പോൾ ഇൻറ്റൻസീവ് ഇൻ്റർവൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റൻസിറ്റി ഏകദേശം വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി 80-90% ഓഫ് ദി മാക്സിമം ഹാർട്ട് റേറ്റ് ആണ്. വേറാസ് എക്സ്റ്റൻസീവ് ഇൻ്റർവൽ മെത്തേഡിൽ ഇൻറ്റൻസിറ്റി ഈസ് അറൌണ്ട് 60-80% ഓഫ് ദി മാക്സിമം ഹാർട്ട് റേറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 400 മീറ്റർ റണ്ണ് ചെയ്യുന്നു. ഈ 400 മീറ്റർ റേസിനകത്ത് ആദ്യത്തെ 300 മീറ്റർ ഹയർ ഇൻറ്റൻസിറ്റിയിൽ അത്ലീറ്റ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 100 മീറ്ററിൽ അത്ലീറ്റ് എന്ത് ചെയ്യും, സ്ലോ ജോഗ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വാക്ക് ആൻഡ് റൺ എന്ന് ചെയ്തിട്ട് എഗെയിൻ ആ 400 മീറ്റേഴ്സ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എഗെയിൻ ഹീൽ ഗോ ഫോർ ദി നെക്സ്റ്റ് റൗണ്ട് ഓഫ് 300 മീറ്റേഴ്സ് ഹയർ ഫാസ്റ്റർ സ്പീഡ്, പിന്നെ ഒരു 100 മീറ്റേഴ്സ് സ്ലോ സ്പീഡ്. സോ ഇതാണ് നമ്മൾ ഇന്റർവൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റർവൽ മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എൻഡ്യൂറൻസ് അലോങ് വിത്ത് സ്പീഡ്. നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റെപ്പിറ്റേഷൻ മെത്തേഡാണ്. റെപ്പിറ്റേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആക്ടിവിറ്റി നമ്മൾ അതിൻ്റെ 90-100% ഓഫ് ദി ടോട്ടൽ ഇൻറ്റൻസിറ്റി ഇതിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഇൻറ്റൻസിറ്റിയുടെ 90-100%, അതായത് ഫുൾ എഫേർട്ട് വരെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് റിക്കവറിയിലേക്ക് പോകും, ഫുൾ റിക്കവറിയിലേക്ക് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ റിക്കവർ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഈ 90-100% പിന്നെ നമ്മൾ നമ്മുടെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാവുന്നതെന്ന് പറയുന്നത്, ഒരു ട്രാൻസിഷൻ പീരീഡിൽ ആ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ വർക്കൗട്ട് ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുമ്പം ദർ ഇസ് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ഇൻസൈഡ് ദ ബോഡി. അപ്പം ഈ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ നമ്മൾ ഫുൾ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് മൊത്തം അങ്ങ് ഡിലീറ്റ് ആവും. അപ്പം ഡിലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എനർജി സപ്ലൈ പിന്നെയും റീസ്റ്റോർ ചെയ്യുന്നു. എഗെയിൻ നമ്മൾ പിന്നെയും 90-100% ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു, കംപ്ലീറ്റ് റെസ്റ്റ്. ഇതാണ് റെപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ റെപ്പിറ്റേഷൻ മെത്തേഡ് ഏറ്റവും നല്ല മെത്തേഡാണ് സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. സ്പീഡ് എൻഡ്യൂറൻസ് ഫോർ എക്സാമ്പിൾ നമ്മൾ 400 മീറ്റേഴ്സിലൊക്കെ 800 മീറ്റേഴ്സിൽ 1500, ഇപ്പോഴത്തെ സമയത്ത് 1500 മീറ്റേഴ്സും സ്പീഡ് എൻഡ്യൂറൻസിൽ വരുന്നുണ്ട്. അപ്പം ഈ സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പറ്റിയ ഒരു മെത്തേഡാണ് റെപ്പിറ്റേഷൻ മെത്തേഡ്. സ്റ്റുഡൻസ്, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് ട്രെയിനിങ് ചെയ്യുന്നത്, എൻഡ്യൂറൻസ് ട്രെയിനിങ് ആയാലും സ്പീഡ് ട്രെയിനിങ് ആയാലും ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആയാലും നമ്മൾ ചെയ്യുന്നത്, നോർമലി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതിലത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിൽ മെയിനായിട്ട് വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ മെത്തേഡാണ്. കോമ്പറ്റീഷൻ മെത്തേഡ് വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻ്റർവെൽസിൽ നമ്മൾ നല്ല കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. അത് ലോവർ റേഞ്ച് കോമ്പറ്റീഷൻ തൊട്ട് ഹയർ റേഞ്ച് കോമ്പറ്റീഷൻസ് വരെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും, നമുക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഒരു ഫീല് നമുക്കുണ്ടാവും, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും. അതിലുപരി നമ്മുടെ സൈക്കിക് ക്വാളിറ്റീസ്, നമ്മൾ എൻഡ്യൂറൻസ് ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഫിസിക്കൽ ക്വാളിറ്റീസ് മാത്രം പോരാ, സൈക്കിക് ക്വാളിറ്റി, മെന്റൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. കാരണം ഇത് നമ്മൾ വി ആർ ഫൈറ്റിംഗ് വിത്ത് അവർ ഇന്നർ സെൽഫ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എൻഡ്യൂറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വി ആർ ഫൈറ്റിംഗ് വിത്ത് അവർ ഇന്നർ സെൽഫ്. എന്നാൽ മാത്രമേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്, മാരത്തൺ അല്ലെങ്കിൽ 20 കിലോമീറ്റേഴ്സ് വാക്ക്, 10 കിലോമീറ്റേഴ്സ് റൺ, ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വി ആർ ഫൈറ്റിംഗ് വിത്ത് അവർ സെൽസ്. ആൻഡ് ദെൻ അവർ മെന്റൽ കേപ്പബിലിറ്റി ഹാസ് ടു ബി എ വെരി ഹൈ ലെവൽ ടു കംപ്ലീറ്റ് ദി ഇവന്റ് വിത്ത് എ വെരി ഗുഡ് പെർഫോമൻസ്, ഓർ അറ്റ്ലീസ്റ്റ് ടു കംപ്ലീറ്റ് ദി ഇവന്റ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ഈ കോമ്പറ്റീഷൻ മെത്തേഡിൽ നമ്മൾ 3 രീതിയിലുള്ള യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് എൻഡ്യൂറൻസ് ടെസ്റ്റ്. എൻഡ്യൂറൻസ് ടെസ്റ്റുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ നമ്മൾ കോച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ട്രെയിനർ പറഞ്ഞിട്ടോ ടെസ്റ്റുകൾ പങ്കെടുക്കുക, ടെസ്റ്റ് കൊടുക്കുക. രണ്ടാമത്തത് സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻസിൽ നമ്മൾ പങ്കെടുക്കുക. എന്നിട്ട് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാരത്തണിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം, ഹാഫ് മാരത്തൺസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞ മാരത്തൺസിലൊക്കെ പങ്കെടുക്കണം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓരോ വേരിയേഷൻസിലും അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ദർ വിൽ ബി സം ചേഞ്ചസ് ഇൻ ദ ഇവന്റ് ഓർ ദി ഡിസ്റ്റൻസ് ഓർ ഡ്യൂറേഷൻ ഇൻ വാട്ട് ഹി ഈസ് പ്രാക്ടീസിങ്.
and then he is practicing or he is taking part in the specific competition event. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. So dear students, now since endurance is over, the methods of development of endurance is over, now we move on to the next ability, speed ability. ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് സ്പീഡ് എബിലിറ്റി. എങ്ങനെയാണ് നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന എബിലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? സ്പീഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പീഡ് ഈസ് വൺ ഓഫ് ദി എബിലിറ്റീസ് വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രെയിൻ ആക്ച്വലി. കാരണം സ്പീഡിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നതിനായിട്ട് വി യൂസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ടു ട്രെയിൻ സ്പീഡ് ഓർ ടു ഡെവലപ്പ് സ്പീഡ്. And it is not as easy as strength development or endurance development or flexibility development. Speed development is a bit difficult. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് സ്പീഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. So let's see what are the different methods of development of speed abilities. So dear students, now let us see what is speed. Speed is the ability to move the body or part of the body from one place to another in the shortest possible time. അപ്പോൾ എന്താ ഇതിനകത്ത് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി നമ്മുടെ ശരീരത്തിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിനെ ഒരു ഇടത്തു നിന്ന് അടുത്ത ഇടത്തേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ മൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്ഷൻ എബിലിറ്റി, മൂവ്മെൻറ്റ് സ്പീഡ്, ആക്സിലറേഷൻ എബിലിറ്റി, ലോക്കോമോട്ടർ എബിലിറ്റി ആൻഡ് സ്പീഡ് എൻഡ്യൂറൻസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് സ്പീഡ്. ഇപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. Dear students, let us see what is reaction ability. Reaction ability is the ability of an individual to respond effectively and quickly to a signal. അപ്പോൾ ഒരു സിഗ്നൽ കിട്ടുമ്പോഴും അതിനെ ബന്ധപ്പെട്ട് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടും നമ്മൾ ഭയങ്കര എഫക്റ്റീവായിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക, അതിനെയാണ് റിയാക്ഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കണ്ട് പാമ്പ് എന്ന് പറയത്തില്ല, ബിക്കോസ് ദർ ഇസ് എ ഇഫക്റ്റ് ഓഫ് ഫ്രൈറ്റ് ഇൻ ഇറ്റ്. അതുകൊണ്ട് നമ്മൾ ചാടിക്കളയും അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയൊക്കെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ബോൾ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അവിടെ മാറി നിൽക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു ബോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ വി റിയാക്ട്. വി ഐദർ ട്രൈ ടു മൂവ് അവർ സെൽഫ്സ് ഓർ വി റിയാക്ട് ബൈ ഹോൾഡിങ് ദ ബോൾ അല്ലേ? ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും സമയത്ത് ഒരു 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 സിറ്റുവേഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു പന്ത് ഇങ്ങോട്ട് അടുത്ത് വരുമോ അല്ലെങ്കിൽ ഒരു ജാവലിനടുത്ത് വരുമോ, നമ്മൾ എന്ത് ചെയ്യുക? വി റിയാക്ട് ടു ഇറ്റ്. അപ്പോൾ എത്ര എഫക്റ്റീവാണ് നമ്മുടെ റിയാക്ഷൻ എബിലിറ്റി എത്ര നല്ലതാണോ നമ്മുടെ റിയാക്ഷനും അത്രയും നല്ലതായിരിക്കും, അത്രയും പ്രോംപ്റ്റ് ആയിരിക്കും. ആ താഴത്തെ വീഡിയോ GIF ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ക്യാച്ചർ എത്ര നല്ല രീതിയിലാണ് ആ ബോളർ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഷോയിങ് റിയാക്ഷൻ എബിലിറ്റി. ഇപ്പോൾ റിയാക്ഷൻ എബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ കുട്ടികളെ ഇതുപോലത്തെ റിയാക്ഷൻ എബിലിറ്റി കൂടുതൽ വരുന്ന ഗെയിംസിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഗെയിംസിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ട്രെയിൻഡ് അത്ലീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ സിഗ്നലിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പം ആ സ്പോർട്സ്മാൻ ആ ഒരു സിഗ്നലിൽ റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മാക്സിമം എഫേർട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഇരിക്കുന്നത്, ഓക്കെ, ഒരു 100 മീറ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് 100 മീറ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റിയാക്ഷൻ എബിലിറ്റി, ഗൺ ഷോട്ട് കേൾക്കുമ്പം റിയാക്ട് ചെയ്യുക, സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്ന് ഫയർ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക. ഈ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഈ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ അത്ലീറ്റിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഗൺ ഷോട്ട് ചെയ്യണം, അത്ലീറ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം, വി റെക്കോർഡ് ഹിസ് ഓർ ഹർ ടൈം. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി improvement in the reaction ability. So this is regarding reaction ability, and when reaction ability increases, this is the first step towards development of speed. സോ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നു. ഇഫ് യു ആർ വെരി സ്ലോ ടു റിയാക്ട്, അവർ സ്പീഡ് capability will also be very slow. So we have to react very fast to develop the initial phases of speed. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.
So now let's move on to movement speed. Movement speed എന്ന് പറയുന്നത് it is of more importance in cyclic sports and cyclic events. Cyclic events ഇത് important ആണ്, like running, it is important, but then cyclicലായിരിക്കും movement speed കൂടുതൽ emphasis ഉള്ളത്. For example, in gymnastics or combative sports, throws, etc. നമ്മളൊരു ഡിസ്കസ് ത്രോർ എന്താ ചെയ്യുന്നത്, ഹി ക്രിയേറ്റ്സ് എ മൂവ്മെൻറ്റ് ഇനിഷ്യ ആൻഡ് ദെൻ ഹി റിലീസസ് ദ ഡിസ്ക്. ആ മൂവ്മെൻറ്റ് സ്പീഡിലാണ് ഡിസ്ക് പോകുന്നത്. ഇവൻ എത്രയും ഫാസ്റ്റായിട്ട് റിലീസ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് അത്രയും ദൂരത്തേക്ക് അവനത് റിലീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ദ സ്ട്രെങ്ത് ഇസ് അനദർ പാർട്ട് ഓഫ് ഇറ്റ്. അനദർ ഗെയിം ഈസ് ജിംനാസ്റ്റിക്സ്. ഒരു ജിംനാസ്റ്റിക്സിൽ വോൾട്ടിംഗ് ഹോർസ് ക്രോസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ല. The athlete or the gymnast comes in very fast, runs at his or her maximum speed, and then crosses the vault in an acrobatic movement. Combative sports എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ബോക്സിങ്ങിൽ when the boxer punches or delivers a punch to his opponent, ആ മൂവ്മെൻറ്റ് സ്പീഡ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ഒരു അപ്പർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹുക്ക് ചെയ്യുക, ഇത് ചെയ്യുന്ന സമയം നല്ല ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഓപ്പോണൻറ്റിന് മനസ്സിലാവും ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഹി വിൽ റിയാക്ട് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇവൻ്റെ പഞ്ച് വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ടാക്ടിക്സ് ആൻഡ് ദി ടെക്നിക് ഇൻവോൾവ് ഇൻ ദ സ്പോർട്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ മാർഷ്യൽ ആർട്ടിസ്റ്റ് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ജീത് കുനെഡോ, കങ്ഫു ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ബ്രൂസ്ലിയുടെ പഞ്ചസ് ഒരു ഫ്രെയിമിൽ കിട്ടത്തില്ല എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. ഹി വാസ് വെരി ഫാസ്റ്റ് ഇൻ ദി പഞ്ചസ്, ആക്ച്വലി വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പം ഈ മൂവ്മെൻറ്റ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിലെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്, ഹൗ ഫാസ്റ്റ് ഓർ ഹൗ സ്ട്രോങ് വി ആർ, ആൻഡ് ദെൻ ദി എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, എത്ര ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ജോയിൻറ്റ്, കോർഡിനേറ്റീവ് എബിലിറ്റീസ്, നമ്മുടെ കൈയും കാലും അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്, അവിടുന്ന് നമ്മുടെ കൈ മൂവ് ചെയ്യുക, അറ്റൻഷൻ, ഇതെല്ലാം മൂവ്മെൻറ്റ് സ്പീഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് താഴത്തെ ആ ജിഫിൽ തന്നെ നോക്കാം. അത് ലിൻഡാൻ ആണ്, ആ മഞ്ഞ ജേഴ്സിയിലിട്ടേക്ക് ലിൻഡാൻ ആണ്. ലിൻഡാൻ ആ ഒരു സ്മാഷ് ചെയ്യുമ്പോഴത്തേക്ക് ദ മൂവ്മെൻറ്റ് സ്പീഡ് ആൻഡ് ദി എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ദാറ്റ് ഈസ് ദെയർ, ഹി ഈസ് ജമ്പിങ് ഹൈ. അത് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ദ മൂവ്മെൻറ്റ് സ്പീഡ്, ലിൻഡാൻ്റെ റാക്കറ്റ് മൂവ്മെൻറ്റ് സ്പീഡ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഇൻ ദ വേൾഡ് ഡ്യൂറിങ് ഹിസ് ഡേയ്സ്. അപ്പോൾ ദ വേ ഹി സ്മാഷസ്, പക്ഷേ ഇതൊരു ജിഫ് ആയതുകൊണ്ടാണ് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ബട്ട് ദെൻ സ്ലോ ആവുന്നതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റിലാണ് അദ്ദേഹം ജമ്പ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ റാക്കറ്റിൻ്റെ സ്വിങ്ങും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണാം. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് മൂവ്മെൻറ്റ് സ്പീഡ്. ഈ സ്ലൈഡിൽ നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിൻ്റെ മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മൂവ്മെൻറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മൂവ്മെൻറ്റ് മാക്സിമം സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അത് നമ്മളെ മൂവ്മെൻറ്റ് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബോക്സിങ്ങിൽ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പഞ്ച് ചെയ്യുവാണ്. ഈ സ്ട്രെയിറ്റ് പഞ്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് പോസിങ്. വി കം ബാക്ക്, ടേക്ക് ദ പഞ്ച്, കം ബാക്ക്, ടേക്ക് പൊസിഷൻ, അഗെയിൻ പഞ്ച്, ടേക്ക് ബാക്ക് പൊസിഷൻ, പഞ്ച്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് വെൻ വി റെഗുലർലി പ്രാക്ടീസ് കറക്റ്റ്ലി, ആഫ്റ്റർ സം ടൈം മൂവ്മെൻറ്റ് സ്പീഡ്, ആ പഞ്ചിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടി വേറെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സകലോട് ഈസിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, നോർമൽ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻ എന്തുണ്ടോ അതിനേക്കായിട്ട് ഈസിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഷോർട്ട് പട്ട് നമുക്കൊക്കെ അറിയാം. വി യൂസ് എ സ്പെസിഫൈഡ് ഷോട്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാം, സാറോട് വെയിറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഷോട്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് കുറയുന്നതുകൊണ്ട് എന്ത് പറ്റും, ആ ഷോട്ടിൻ്റെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാറോട് നല്ല സ്പീഡിൽ, റെസിസ്റ്റൻസ് കുറവാണ്, സ്പീഡിൽ കറക്റ്റായിട്ട് നമുക്ക് ഷോട്ട് നമുക്ക് പട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സ്കിൽ ഈസ് നോൺ ആസ് ഷോർട്ട് പട്ട്. പുട്ട് നമ്മൾ എല്ലാവരും തെറ്റായിട്ട് പറയാറുണ്ട്, ഇറ്റ്സ് നോൺ ആസ് ഷോർട്ട് പട്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റിൽ നമ്മൾ റെഗുലർ ഷോട്ട് എടുത്തിട്ട് നമ്മൾ പട്ട് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ ഈസ് അവർ മൂവ്മെൻറ്റ് സ്പീഡ് വിൽ ഇൻക്രീസ്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ്
using something like jumping boards. ബാസ്കറ്റ്ബോളിൽ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജമ്പിങ് ബോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡങ്ക് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സ്പ്രിംഗ് ബോർഡ് എന്നൊക്കെ പറയും. ഈ സ്പ്രിംഗ് ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡങ്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യിക്കും. അതേപോലെ ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്പ്രിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി സ്പ്രിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോങ് ജംപ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണൽ സർഫേസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൂവ്മെന്റ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ദീസ് ആർ ദ ടു മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ഇംപ്രൂവ് മൂവ്മെന്റ് സ്പീഡ് ഡയറക്ട്ലി. Next is acceleration ability. Acceleration ability is the rate of change of velocity of an athlete in a time interval or in a definite distance. ഇതാണ് ആക്സലറേഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആക്സലറേഷൻ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സീറോ വെലോസിറ്റിയിൽ നിന്ന് നമ്മൾ ഹയർ ഓർ മാക്സിമം സ്പീഡിലേക്ക് പോകുന്നു അല്ലെ സബ് മാക്സിമൽ സ്പീഡിലേക്ക് പോകുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. നല്ല ആക്സലറേഷൻ എബിലിറ്റി ഉള്ള ആൾക്ക് സീറോയിൽ നിന്ന് അവൻ്റെ മാക്സിമം സ്പീഡിലേക്ക് കുറച്ച് ടൈമിൽ തന്നെ എത്തിച്ചേരാൻ പറ്റും. ആക്സലറേഷൻ എബിലിറ്റി കുറവുള്ള ആൾക്കാർക്ക് ദ ടൈം വിൽ ബി മോർ. അപ്പം ആക്സലറേഷൻ എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇൻഡയറക്ട്ലി നമ്മൾ ആക്സലറേഷൻ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക, ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ഈ ആസ്പെക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് വേയിൽ നമുക്ക് ആക്സലറേഷൻ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഷോർട്ട് സ്പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു 100 മീറ്റേഴ്സ് സ്പ്രിന്റർ അദ്ദേഹം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ 25 മീറ്റേഴ്സിന്റെ സ്പ്രിന്റ്സ് 25 മീറ്റർ സ്പ്രിന്റ്സ് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഹി ഹാസ് ടു ഗോ ഫോർ റെപ്പിറ്റേഷൻ ഓഫ് 25 മീറ്റർ സ്പ്രിന്റ്സ് ഓർ ദെൻ ഹി ക്യാൻ ഗോ ഫോർ 50 മീറ്റർ സ്പ്രിന്റ്സ്. അപ്പം ആക്സലറേഷൻ എബിലിറ്റി ഈസ് ഇംപ്രൂവ്ഡ്. So these are the two methods, like direct and indirect methods of developing acceleration ability. നമ്മൾ ജിഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീറോയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ആക്സലറേറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതാണ് ആക്സലറേഷൻ എബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി അടുത്ത ഒരു എബിലിറ്റിയെ കുറിച്ച് നോക്കാം, ലോക്കോമോട്ടോർ എബിലിറ്റി. അപ്പം ലോക്കോമോട്ടോർ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് ലോക്കോമോട്ടോർ എബിലിറ്റി. അപ്പം നമുക്ക് ബൈ വാക്കിംഗ്, ബൈ റണ്ണിങ്, ബൈ ജമ്പിങ്, ബൈ ഗാലപ്പിംഗ്, ബൈ സ്കിപ്പിംഗ് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലോക്കോമോട്ടർ എബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ലോക്കോമോട്ടർ എബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് എബിലിറ്റി, കാരണം നമ്മൾ മൂവ് ചെയ്യണമല്ലോ. മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എന്തായാലും ഉണ്ടാവണം. ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് മൂവ്മെൻറ്റ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ അത് കറക്റ്റായിട്ട് ഡെസിഫർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ല അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആക്ച്വലി. അപ്പോൾ ലോക്കോമോട്ടർ എബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ലോക്കോമോട്ടർ എബിലിറ്റി ഓൾസോ ക്യാൻ ബി ഡെവലപ്ഡ് ആക്ച്വലി. അത് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ബൈ ഇംപ്രൂവിങ് അവർ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്. അപ്പം എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്, ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞു, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ടെക്നിക്ക്, നമ്മളിപ്പോൾ ഒരു സ്കില്ല് ചെയ്യുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റിൽ ഒരു ടെക്നിക്കായ നമുക്ക് സ്ക്വയർ ഡ്രൈവ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ക്വയർ ഡ്രൈവ് പോയിന്റിൽ കൂടെ ബോൾ കളിക്കുന്ന ഒരു സ്കില്ലാണ് സ്ക്വയർ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ ഡ്രൈവ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് വരുന്ന ബോൾ നമുക്ക് വെറുതെ സ്ക്വയർ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ വി നീഡ് പ്രാക്ടീസ് ആക്ച്വലി. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിലേക്ക് ബോൾ പ്രാക്ടീസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു ബോൾ ത്രോയിങ് മെഷീൻ വെച്ചിട്ടോ എന്ത് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും. വി റെഗുലർലി പ്രാക്ടീസ് എ ടെക്നിക്ക്. അങ്ങനെയാണ് നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. ഫ്ലെക്സിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ആസ്പെക്ട്. നമ്മുടെ ഒരു മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഏത് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ബട്ട് ദെൻ എ പേഴ്സൺ ഹു ഈസ് മോർ ഫ്ലെക്സിബിൾ ഹാസ് മോർ റേഞ്ച് ഓഫ് മോഷൻ ആക്ച്വലി.
അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കാം. ഹൈപ്പർ ഫ്ലെക്സിബിലിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓപ്റ്റിമം ഫ്ലെക്സിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ റേഞ്ച് ഫ്ലെക്സിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ ബോഡി ഹാസ് എ ടെൻഡൻസി ടു ഗെറ്റ് വീക്ക്. അപ്പം അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് സോ ഗുഡ്. ബട്ട് ദെൻ ഓപ്റ്റിമം ഫ്ലെക്സിബിലിറ്റി ഫോർ മാക്സിമം ഇലാസ്റ്റിക് സ്ട്രെങ്ത് പ്രൊഡക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഡയറക്റ്റായിട്ട് എങ്ങനെ ലോക്കോമോട്ടർ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാം? ഡയറക്റ്റായിട്ട് ലോക്കോമോട്ടർ എബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്രിൻറ്റ്സ്, ഫുൾ സ്പ്രിൻറ്റ്, ഫാസ്റ്റ് ആയിട്ടുള്ള സ്പ്രിൻറ്റുകൾ ചെയ്യുക. അതും ഡിസ്റ്റൻസ് കുറയ്ക്കണം, ഡ്യൂറേഷൻ കുറയ്ക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ സ്പ്രിൻറ്റ് കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ലോക്കോമോട്ടർ എബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഫുൾ ആക്സലറേഷനിൽ ഒരു 10 മീറ്റേഴ്സ് അല്ലെങ്കിൽ 20 മീറ്റേഴ്സ് സ്പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് കീപ്പിംഗ് ദി മാക്സിമം സ്പീഡ് ഇൻ ദി ഡിസ്റ്റൻസ്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു സ്പ്രിൻറ്റ് ചെയ്യുക. 6 to 9 seconds, 4 to 5 seconds ഒക്കെ നമ്മൾ മാക്സിമം ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കോമോട്ടർ എബിലിറ്റി ഡയറക്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലോക്കോമോട്ടർ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോക്കോമോട്ടർ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പം എഗെയിൻ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് us to develop speed. So once you develop locomotor ability, it helps you to develop speed or to increase your speed capacity. Okay. So now the next component that we'll be discussing is speed endurance. Speed endurance നമുക്കൊക്കെ അറിയാം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഭയങ്കര ദൈർഘ്യമുള്ള വർക്കൗട്ട്, നല്ല ഓപ്റ്റിമം പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് സ്പീഡ് എൻഡ്യൂറൻസ്. സോ സ്പീഡ് എൻഡ്യൂറൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് അനറോബിക് എൻഡ്യൂറൻസ് എന്നും പറയാൻ പറ്റും. സോ വാട്ട് ഈസ് അനറോബിക് എൻഡ്യൂറൻസ്? വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്കെ, യു ആർ വർക്കിംഗ് ഔട്ട് വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്യുക ആൻഡ് വർക്കിംഗ് ഔട്ട് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈം വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. സോ ദിസ് ഇസ് നോൺ ആസ് സ്പീഡ് എൻഡ്യൂറൻസ്. അപ്പം ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീഡ് എൻഡ്യൂറൻസ് ഇറ്റ് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി ബോഡീസ് എബിലിറ്റി ടു ഫൈറ്റ് ഫാറ്റീഗ് against during longer intense performance. When you're doing a long intense performance, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫെറ്റീഗിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡ് എൻഡ്യൂറൻസ് ഈസ് കമ്പൾസറി. ഇതില്ലെങ്കിൽ നമുക്ക് ഈ ഫെറ്റീഗിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം സ്പീഡ് എൻഡ്യൂറൻസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർവൽ ട്രെയിനിങ് മെത്തേഡാണ്. ഇന്റർവൽ ട്രെയിനിങ് മെത്തേഡ് വേർ ദർ ഇസ് എ ഫേസ് ഓഫ് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ഫോളോഡ് ബൈ എ ഫേസ് ഓഫ് ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് ഓർ എ ഫേസ് ഓഫ് സ്മോൾ റെസ്റ്റ് ഓർ ഇൻ ആക്റ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാക്സിമൽ എയറോബിക് സ്പീഡിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഏകദേശം ആ ലെവലിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് വിതൗട്ട് ഓക്സിജൻ. ആൻഡ് വെൻ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് വിതൗട്ട് ഓക്സിജൻ വി ആർ ഏബിൾ ടു ഇൻക്രീസ് അവർ സ്പീഡ് എൻഡ്യൂറൻസ് ഡ്രാസ്റ്റിക്കലി. ഇതാണ് നമ്മൾ സ്പീഡ് എൻഡ്യൂറൻസിനെ കുറിച്ച് പറയാനുള്ളത്. സോ വെൻ യുവർ സ്പീഡ് എൻഡ്യൂറൻസ് ഈസ് ഡെവലപ്ഡ്, ദിസ് ഓൾസോ ഇൻഡയറക്ട്ലി helps you to increase your speed. നമ്മളിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പീഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ മെത്തേഡ്സ് നമ്മൾ സ്പീഡ് എൻഡ്യൂറൻസ്, ലോക്കോമോട്ടർ എബിലിറ്റി, ആക്സലറേഷൻ എബിലിറ്റി, മൂവ്മെന്റ് സ്പീഡ്, റിയാക്ഷൻ ടൈം ഇതെല്ലാം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീഡ് എന്നുള്ള ഒരു ഫാക്ടർ, ഒരു കോമ്പണന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് വാട്ട് വി സെഡ് ഇസ് ക്ലിയർ, റൈറ്റ്? സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിപ്പം 2 കോമ്പണൻസ് ആണ് ഡീൽ ചെയ്തത്, എൻഡ്യൂറൻസ് ആൻഡ് സ്പീഡ്, ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് എൻഡ്യൂറൻസ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് സ്പീഡ്. അപ്പം ഈ മുമ്പത്തെ സ്ലൈഡ്സിലൊക്കെ നമ്മൾ ആ 2 കാര്യങ്ങൾ നല്ലപോലെ ഡീൽ ചെയ്തിരുന്നു. എൻഡ്യൂറൻസിൻ്റെ ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ 4 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ സ്ലൈഡ്സിൽ മനസ്സിലാക്കി. അതേപോലെ തന്നെ സ്പീഡ്
ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ 5 ഫാക്ടേഴ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്തിരുന്നു. ഐ ഹോപ്പ് the session was good. You understood what I said, and in your future ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.